ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹലോ ഗൈസ് ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകണമെന്നറിയോ? മീൻകറിയാണ്. അപ്പം നമ്മളെല്ലാവരും മീൻകറി ഉണ്ടാക്കും, എല്ലാവർക്കും അറിയാം മീൻകറി ഉണ്ടാക്കാൻ. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന മീൻകറി, അതായത് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണത്തിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു മീൻകറിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു മീൻകറിയുടെ ടേസ്റ്റിലുള്ള ഒരു മീൻകറി. പിന്നെ സെയിം മീനിൻ്റെ തന്നെ തലയെടുത്ത് വെച്ചിട്ട് നമ്മൾ ആ തല കൊണ്ട്, അപ്പോൾ ഇതാണ് നമ്മുടെ വറ്റമീൻ. ഇത് നമ്മൾ തലക്കറി വെക്കാൻ വേണ്ടി നമ്മുടെ തലയെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ ബ്രോ വാങ്ങിച്ചുകൊണ്ട് വന്ന നമ്മുടെ വറ്റ. ഓക്കെ, അപ്പോൾ വറ്റയുടെ തലയാണ് ഇത്. നമ്മളെടുത്ത് തലയെ നമ്മളെല്ലാം സെറ്റാക്കി അതെടുത്തിട്ടുണ്ട്, കുറച്ച് കഷ്ണങ്ങൾ. ഇത് നമ്മൾ അതിൻ്റെ ബാക്കി കഷ്ണങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് കല്യാണത്തിനൊക്കെ നമ്മൾ വെക്കുന്ന മീൻകറി ഉണ്ടല്ലോ, അതുപോലുള്ള നമ്മുടെ കോട്ടയം ആലപ്പുഴ സ്റ്റൈൽ മീൻകറിയാണ് ഇതിനകത്ത് വെക്കുന്നത്. അപ്പം നമ്മൾ അതിന് വേണ്ടി എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി കരിവേപ്പിലയൊക്കെ എടുത്തു. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ ഈ തലക്കറി വെക്കാൻ വേണ്ടി, പച്ചക്കറി വെക്കാൻ വേണ്ടി നമ്മളിതിനകത്ത് കുറേ സാധനങ്ങൾ എടുത്ത് നിങ്ങളൊന്ന് കാണിക്കുവാണ്. അപ്പോൾ നമ്മളിതിനകത്ത് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ കൂടെ നമ്മൾ എടുത്തേക്കുന്നത് മെയിനായിട്ട് ഇതിനകത്ത് എടുത്തേക്കെന്ന് പറഞ്ഞാൽ കേട്ടോ, കാന്താരി. നമ്മുടെ കാന്താരി ഇതിനകത്തുണ്ട് കേട്ടോ, ഒരു 5-6 കാന്താരി ഉണ്ട്. അതുപോലെ തന്നെ സെയിം തന്നെ നമ്മൾ കുരുമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. കുരുമുളക്, കാന്താരി, നല്ല ജീരകം, പെരിഞ്ജീരകം ഇച്ചിരി ഏറെ ഇടണം കേട്ടോ. പിന്നെ ഇച്ചിരി ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ഇടാം, കാന്താരി ഇല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്ത് പച്ചമുളക് ഇടാം. അപ്പം അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി 2-3 ഒരു ചെറിയ പട്ടയും ഒരു 2 ഗ്രാമ്പുമാണ് നമ്മളെടുത്തത്. 2 ഗ്രാമ്പു ഇതിനകത്തുണ്ട് കേട്ടോ, 2 ഗ്രാമ്പു ഉണ്ട്. പിന്നെ ഇത്ര സാധനങ്ങളാണ് നമ്മളെടുത്തത്. ഇത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് അരച്ചെടുക്കണം. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ഈ തലക്കറി വെക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. ഓക്കെ, നാടൻ വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മളിതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മളിപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ അരച്ചിട്ടുള്ള തലക്കറിയാണ്. അപ്പം നമ്മൾ തീ ഇച്ചിരി കൂട്ടി കൊടുത്തു. നമ്മളിനി അടുത്തത് നമ്മുടെ കടുക് ഇടണം. കടുകിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഉലുവ ഇടണം. അപ്പോൾ ഉലുവ എന്ന് പറയുന്നത് വളരെ കുറച്ചിട്ടാൽ മതി കേട്ടോ. കടുക് കാര്യം നമ്മൾ ഉലുവ പൊടി ഇടുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് കടുക് നമ്മൾ ആവശ്യത്തിനിടുക. അതിനുശേഷം ഉലുവ വളരെ കുറച്ചിട്ടാൽ മതി. കാര്യം ഉലുവ അല്ലെങ്കിൽ കഴിക്കും. അപ്പോൾ അത് ഇത്ര ഉലുവ മതി. നമ്മൾ ഉലുവപ്പൊടി ഇടുന്നുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടണം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഇടണം. ഓക്കെ, അപ്പം നന്നായിട്ട് കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമ്മൾ അതിനകത്തോട്ട് കറിവേപ്പിലിട്ട് കുറച്ച് ഇഞ്ചി, പച്ചമുളക് എടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ സമയത്ത് വേണേൽ കുറച്ച് കാന്താരി ഇടാം, അതല്ലെങ്കിൽ ചുമന്നമുളക് ഇടാം, അല്ലെങ്കിൽ പച്ചമുളക് ഇടാം. അപ്പം ഞാനിപ്പം ഓൾറെഡി കാന്താരി ഇട്ട് അരച്ചത് കൊണ്ട് ചുമന്നമുളകാണ് ഇട്ടത്. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം ഈ അവസരത്തിൽ നമ്മളിനി അടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. നമ്മൾ അരച്ച് വെച്ചതിനകത്ത് മഞ്ഞൾ ചേർത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ഇച്ചിരി അധികം ഇട്ട് കൊടുക്കണം. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി നമുക്ക് ഉലുവാപ്പൊടി വേണം. നമ്മൾ ഓൾറെഡി ഉലുവ കുറച്ച് ഇട്ടുള്ളൂ, അതുകൊണ്ട് ഉലുവാപ്പൊടി ഇത്ര ഏകദേശം വേണം, ഒരു 1/4 ടീസ്പൂൺ എന്ന് പറയും. ഓക്കെ, ഇനി ഇതിനകത്ത് ഓൾറെഡി കുറച്ച് കുരുമുളക് പൊടി അരച്ച് ചേർത്താണ്. ഇതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ തലക്കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് അരച്ചിട്ടുണ്ട്, അതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് കാന്താരി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മുളക് പൊടി വളരെ കുറച്ചായിരിക്കും ഇടുന്നത്. കാന്താരിയും കുരുമുളക് പൊടി ഇട്ടത് കൊണ്ട് കുറച്ചായിരിക്കും നമ്മളെടുത്ത്. അപ്പോൾ നമ്മൾ ഉലുവാപ്പൊടിയും ഇട്ട് കഴിഞ്ഞു. നമ്മൾ ഇതിനകത്തോട്ട് കായം പൊടിച്ച് തരണം. ഓക്കെ, കായപ്പൊടി ഇടണം. ഓക്കെ, കായപ്പൊടി ഇട്ടു. നന്നായിട്ട് കൂടെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് മല്ലിപ്പൊടി, മുളക് പൊടി. നമ്മൾ ഓൾറെഡി കുറച്ച് മഞ്ഞൾപ്പൊടി ഓൾറെഡി ഇട്ടു. ഇനി നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി. മല്ലിപ്പൊടി ഇതിപ്പോൾ ചെറിയ സ്പൂണാണ്, അതിനൊരു 3 സ്പൂണ് നിറച്ച് സ്കൂപ്പായിട്ടുള്ളതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 സ്പൂൺ എടുത്തു. പക്ഷെ അത് പോരാ, നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ എടുക്കണം. ഒരു 1/2 സ്പൂൺ കൂടെ വേണം തേങ്ങ തേച്ച്.
അപ്പോൾ അങ്ങനെ അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു നല്ലൊരു മണം വരും. അപ്പം ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മുളക് പൊടിയാണ്. മുളക് പൊടി നമ്മളിതിൽ കുറച്ചേ ഇടത്തുള്ളൂ. കാര്യം നമ്മൾ ഓൾറെഡി ഇതിനകത്ത് കുരുമുളക് പൊടിയും മറ്റേതും ഉള്ളതുകൊണ്ട്. അപ്പം നമ്മൾ ഇതിൽ മുളക് പൊടി ഇട്ടു. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഓക്കെ, ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, ബാക്കി നമ്മുടെ കൂട്ട് എല്ലാം കൂടെ ഉള്ള നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കണം. ഇനി നമ്മൾ കണ്ടോ മുളക് പൊടി കുറച്ചേ ഉള്ളൂ. കാര്യം നമ്മൾ ഇതിനകത്ത് ഓൾറെഡി കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ കാന്താരി ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് മുളക് പൊടി കുറവ് വേണ്ടിയത്. ഓക്കെ, അപ്പം നമ്മൾ അരച്ച് വെച്ചിരുന്ന നമ്മുടെ തേങ്ങയും ആ കൂട്ടും എല്ലാം നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് വയ്ക്കും. ആക്ച്വലി നമുക്ക് തേങ്ങാപ്പാലും ഇതിനകത്ത് ഒഴിക്കാം. പക്ഷേ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കുന്നതും ഈ തലക്കറിക്ക് നല്ലതാണ്. പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം ഒരു വ്യത്യസ്തമായ രീതി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ തേങ്ങ അരച്ചാണ് ചേർക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്തോട്ട് പുളിയും കൂടെ ഒഴിച്ച് കുറച്ച് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ട് നമ്മൾ ഈ മീനകത്തോട്ട് വെച്ചിട്ട് അടച്ചു വെക്കണം. അപ്പം നമ്മൾ ആ ഒരു ചെറിയതൊരു തിള വരുമ്പോഴത്തേക്കിനും നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ഇതിനകത്തോട്ട് ഇടണം. കൊണ്ട് നമ്മളിപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഞാനൊരു ശകലം കൂടെ കുരുമുളക് പൊടിയും ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു ശകലം കൂടി ഇട്ടിട്ടുണ്ട്. നമ്മളിനിയും ഇതങ്ങോട്ട് ഒഴിക്കണം. ഈ വെള്ളം മൊത്തം ഇതിനകത്ത് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ഇത് ചെറിയ ഇത് കഴിയുമ്പോൾ നമ്മളിതിനകത്ത് പുളിവെള്ളവും എല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം. അപ്പം ഇതിനകത്ത് കുരുമുളകാണ് ഏറ്റവും ഹൈലൈറ്റ്. അതുകൊണ്ടാണ് നമ്മൾ മുളക് പൊടി കുറച്ചിട്ടേക്കുന്നത്. ഓക്കെ, കുരുമുളകും കാന്താരിയുമാണ്. ഓക്കെ, നമുക്കത് ഇങ്ങോട്ട് ഒഴിക്കാം. അപ്പം നമ്മളിതെല്ലാം സെറ്റാക്കി. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാന്താരി ആയതുകൊണ്ട്, കാന്താരി കുരുമുളക് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതായതുകൊണ്ട് നമ്മളിത് 3-4 കാന്താരിയും കൂടി ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ വീണ്ടും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ നാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് അടച്ച് വെക്കുകയാണ്, നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഓക്കെ, സെയിം ടൈം തന്നെ നമ്മുടെ അടുത്ത നാടൻ മുളക്, അതായത് നമ്മുടെ കല്യാണത്തിനൊക്കെ നമ്മൾ കഴിക്കുന്ന ആ ഒരു മീൻകറിയാണ് നെക്സ്റ്റ് നമ്മുടെ ഐറ്റം. അപ്പം നമ്മളിത് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു പിശുക്കും കാണിക്കണ്ട വെളിച്ചെണ്ണയ്ക്ക് കേട്ടോ. വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കണം, ഇത്രയെങ്കിലും വേണം. കാര്യം ഇത്രയുമില്ലേ, അപ്പം ഇത്രയെങ്കിലും വേണം. ശകലം കൂടെ ഒഴിക്കുവാണേ. ഓക്കെ, മതി. കാര്യം ഇനി നമ്മൾ അങ്ങോട്ട് കൂട്ടാനും കുറയ്ക്കാനും ഇല്ല, ഇത്രയും നമ്മൾ എടുക്കത്തുള്ളൂ. ഇനി അതിനകത്ത് കടുക് ഇടണം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മളെല്ലാം എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി സാധനങ്ങൾ ഇടണം. അപ്പം നമ്മൾ കടുക് ഇട്ടു, ഒപ്പം തന്നെ ഉലുവ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതാണ്ട് കണ്ടോ, വളരെ കുറച്ച് ഞാൻ ഇട്ടിട്ടുള്ളൂ. കാര്യം ഉലുവ ഇടുമ്പോൾ ഒരു പ്രത്യേക വേറൊരു കയ്പ്പ് വരും. അപ്പം നമ്മൾ ഉലുവ പൊടി ഇടുന്നതെന്നല്ല, പക്ഷേ ഇതിനോട് ഒരു ലേശം ഉലുവ ഇടണം. വളരെ കുറച്ച് മതി. പക്ഷേ കേട്ടോ, ഉലുവപ്പൊടി ഉള്ളതുകൊണ്ട് അങ്ങനെ ഉലുവ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതേ വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മൾ കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചത് ഇതിനകത്തോട്ടിടും. അപ്പം നമ്മൾ കടുക് പൊട്ടിയപ്പം നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കറിവേപ്പില അതെല്ലാം നമ്മളിതിലേക്ക് മിക്സ് ചെയ്തു. നമ്മളതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുമ്പോഴത്തേക്കിനും നമ്മൾ ഇതിനകത്തോട്ട് പൊടികളൊക്കെ ഇടണം. പൊടികളൊക്കെ സെയിം തന്നെ. എന്താണ്, ഉലുവ, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. മെയിനായിട്ട് ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ മുളക് പൊടിയാണ് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് ഇതിനകത്ത് ഇടുന്നത്. അപ്പം ഇതിനകത്ത് മുളക് പൊടിയാണ് ഹൈലൈറ്റ്. അപ്പോൾ ഇത് നന്നായിട്ട് റെഡ് കളറായിരിക്കും ഈ മീൻ കറി. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ കുരുമുളക് പൊടി ഇടുന്നുണ്ട്, പക്ഷെ വളരെ കുറച്ച് ഉണ്ടോ പൊടി, അത്ര മതി. ഇതെല്ലാം ഒരു കൈയളവാണ്. എനിക്കതിൻ്റെ അളവൊന്നും പറയാനായിട്ട് പറ്റുന്നില്ല. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഉലുവപ്പൊടിയാണ്. ഇതിപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഇടുവാണ്. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ടാൽ അതിപ്പോൾ ഞാൻ അതിൻ്റെ ഒരു 1/4 സ്പൂണേ ഇടുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കായപ്പൊടി. കായം നമുക്ക് ലാസ്റ്റിലിട്ടാലും മതി. ഇപ്പം ഞാനൊന്ന് കുറച്ച് ശകലം ഇടുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കൂടെ നമുക്ക് നോക്കിയിട്ട് ആ ഒരു സ്മെല്ലൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ. ഇനി നമുക്കിതിനകത്ത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. അപ്പം നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അപ്പോൾ അളവ് ചോദിക്കുവാണെങ്കിൽ മല്ലിപ്പൊടി ഒരു ഏകദേശം 2 സ്പൂൺ കാണും, ടേബിൾ സ്പൂൺ. ഓക്കെ, 2 ടേബിൾ സ്പൂണും മുളക് പൊടി ഏകദേശം ഒരു 3.5 ടേബിൾ സ്പൂണും കാണും. ഓക്കെ, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ ഇത്രയും കാണും. അപ്പോൾ നമ്മളിത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. ഇനി നമ്മൾ തീ കുറയ്ക്കണം കേട്ടോ, സ്ലോയിലേ വെക്കാവൂ, കരിയാൻ പാടില്ല ഇത്. ഓക്കെ, ഇനി നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന്
ഇതൊന്ന് ആ പച്ചമണം എല്ലാം മാറി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ പുളിവെള്ളം ഇട്ട് വെച്ചിട്ടുണ്ട്, ഉപ്പിട്ടിട്ട് പുളിവെള്ളം വെച്ചിട്ടുണ്ട്. അത് നമ്മളിനി ഇതിനകത്തോട്ട് ഒഴിക്കണം. ആ ഒരു പച്ചമണം മാറി കഴിയുമ്പോഴാണ് നമ്മൾ പുളിവെള്ളം ഒഴിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് കണ്ടോ ആ ഒരു റെഡ് കളറുണ്ട്. ഇത് റെഡാണ് ഫുള്ള്, മറ്റേത് റെഡ് അല്ലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇത് നന്നായിട്ട് തിളച്ചൊന്ന് കുറച്ച് പറ്റി വരണം. നമ്മൾ തീ കൂട്ടിയിടണം. നമ്മളിതിലേക്ക് പുളിവെള്ളം, അതായത് പുളിവെള്ളം എന്ന് പറയുന്നത് നമ്മൾ തോട്ടുപുളി ഇട്ടിട്ട് നന്നായിട്ട് തോട്ടുപുളി കഴുകിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നമ്മൾ വെക്കും. അതാണ് പുളിവെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ വെള്ളം പുളിയും കൂടാണ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുന്നത്. ഓക്കെ, ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് ഒന്ന് കുറുകി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പത്ത് വെക്കണം. ഇത് കണ്ടോ നല്ല റെഡ് കളറാണ്. അപ്പം കൂട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്. രണ്ടും സെപ്പറേറ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇങ്ങനെ തിളച്ച് ഇങ്ങനെ വെളി ചാടി വന്നുകൊണ്ടോ നമ്മളിതുവരെ നോക്കിയിട്ടില്ല. അപ്പോൾ അതങ്ങനെ ഒരു ചെറിയ സ്ലോയിൽ വെച്ചേക്കുവാണ്. തീ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മൾ കുറച്ച് വെച്ചിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മിക്സ്. അപ്പോൾ ഗൈസ്, നമ്മുടെ നാടൻ മീൻകറി, അതായത് നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കഴിക്കത്തില്ലേ, അപ്പോൾ ആ ഒരു നാടൻ മീൻകറി ഇപ്പോൾ റെഡിയായി. ആക്ച്വലി നമുക്ക് ചട്ടി വലുതില്ലാഞ്ഞുകൊണ്ടാണ് കേട്ടോ. നമ്മൾ തലക്കറി ചട്ടി വെച്ചു, ഇത് വലിയ ചട്ടിയില്ല, അതാണ് നമ്മൾ ഉരുളി വെച്ചത്. അപ്പോൾ ഇനി നമ്മളിതൊന്ന് അടച്ച് സെറ്റാക്കി വെച്ച് കഴിയുമ്പോൾ നമ്മൾ പുളിയൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിടണം. കണ്ടോ, കരിയാപ്പിലൊക്കെ ഇങ്ങനെ ഇട്ട് ഇതെല്ലാം അങ്ങോട്ട് നന്നായിട്ട് തിളച്ച്. എപ്പോഴും നമ്മൾ വെക്കുമ്പോൾ കഷ്ണം ഒന്ന് മുങ്ങിക്കിടക്കണം. കണ്ടോ, ഇതല്ലേ ഇപ്പോൾ ആ കഷ്ണം ഒന്ന് മുങ്ങിക്കിടക്കുക. കണ്ടോ, അത്രത്തോളമെങ്കിലും വെള്ളം വേണം, എന്നാലേ അതിനകത്തെല്ലാം ഒന്ന് പിടിക്കത്തുള്ളൂ. ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. എന്നാലേ ആ കഷ്ണത്തിൽ ഇടയ്ക്ക് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മളൊന്ന് നോക്കണം. അപ്പോഴും നമ്മൾ അതുപോലെ തന്നെ ആക്കി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ, തീ കൂട്ടിയിടാം, നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഓക്കെ, നമ്മുടെ ആ തലക്കറി നമ്മൾ കിട്ടുകൊണ്ട് അതിപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി മാറ്റി വെച്ച് കൊടുത്ത് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം പുളി ഉപ്പ് എല്ലാം ഉണ്ടേരി സൂപ്പർ ടേസ്റ്റ്. പൊറോട്ടയുടെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. അപ്പം നമ്മുടെ മറ്റേ കറി അടുപ്പത്ത് ഇങ്ങനെ ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. തിളച്ചൊന്ന് പറ്റി വരണം. ഓക്കെ, അപ്പോൾ അതവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. അപ്പം നമുക്ക് ഇത് കൂട്ടി പൊറോട്ട കഴിക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ചുമന്ന മീൻ കറിയും ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളത് ഓഫ് ചെയ്ത് തീ കുറച്ചു, തീ നിർത്തിയേക്കുവാണ് കണ്ടോ. അപ്പോൾ നമ്മുടെ 2 കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ബൈ ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ പൊറോട്ട കൂട്ടി മീൻ തലക്കറി കഴിച്ചു. ഹലോ കാലിയാവും എല്ലാം സൂപ്പർ ടേസ്റ്റി ആയിരുന്നു തലക്കറി. മറ്റേ കറി വൈകിട്ട്.